നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഇപ്പോൾ സിപിഎം തള്ളിയിരിക്കുകയാണ്. സിബിഐ കൂട്ടിലടച്ച തത്ത എന്നാണ് സിപിഎം വ്യക്തമാക്കിയത്. സർക്കാരും സിപിഎമ്മും ഇരകൾക്കൊപ്പമല്ല, വേട്ടക്കാർക്കൊപ്പമാണെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിവയ്ക്കുന്നതാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. എന്തായാലും അന്വേഷണം പ്രഹസനമാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ഒരു ഉത്തരവ് പോലും ഇല്ലാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് പോലീസും ശ്രമിക്കുന്നത്. കൈക്കൂലി ചോദിച്ചെന്ന് ആരോപിച്ച് വ്യാജരേഖ ഉണ്ടാക്കിയത് സംബന്ധിച്ച് ഒരു അന്വേഷണവുമില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ തന്നെയാണ് പ്രതിയായ പി ദിവ്യ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ സ്വന്തം ഭാര്യയെ അയച്ചത്. ഇത് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പാണ്. അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത് പ്രതിയെ രക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള കള്ളക്കളി അവസാനിപ്പിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സിബിഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നായിരുന്നു പ്രതിപക്ഷം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം സിപിഎം തള്ളിയിരിക്കുകയാണ്. സിബിഐ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് സിപിഎം നിലപാട് അറിയിച്ചത്. തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒപ്പമാണെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ഈ അന്വേഷണം തള്ളിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഏവരും ആരോപിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സിബിഐ അന്വേഷണത്തിന് സമ്മതിക്കുന്നതായിരുന്നു പതിവ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച മരണമുണ്ടായിട്ടും പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നവീൻ ബാബു കേസിന് പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട്. പമ്പ് തുടങ്ങുന്ന സ്ഥലവും പമ്പും ആരുടേതാണ്? കോടിക്കണക്കിന് രൂപ മുടക്കി പമ്പ് തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷി പ്രശാന്തനില്ല. പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ബിനാമി ഇടപാട് ഉൾപ്പെടെയുള്ളവ പുറത്തു വരും. വൻ സാമ്പത്തിക ഇടപാടാണ് നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരാളുടെ ബിനാമിയായാണ് പ്രശാന്തൻ പ്രവർത്തിക്കുന്നത്. നിവൃത്തികേട് കൊണ്ടാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ സ്വീകരിക്കാൻ പോയത്. ദിവ്യയ്ക്ക് അറിയാവുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന പേടി സിപിഎം നേതാക്കൾക്കുണ്ട്. സിപിഎം നേരിടുന്ന ജീർണതയാണിത്. സാധാരണക്കാർക്ക് സർക്കാർ നീതി നിഷേധിക്കുന്നുവെന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. പി ദിവ്യ നവീൻ ബാബുവിനെ അപമാനിക്കാൻ ശ്രമിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് അന്വേഷിക്കണം. ഒരുപാട് ദുരൂഹതകളുള്ള ഈ കേസ് സിബിഐ അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. ബന്ധുക്കൾ എത്തുന്നതിന് മുൻപേ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പി ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുതെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു CCTV ദൃശ്യങ്ങൾ പോലും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. കളക്ടറുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കണം.